ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭാരതത്തിലെ പഞ്ചമഹാക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവും സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയും കൂടി വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ ഒരു ഓടക്കുഴൽ നാദം കേൾക്കാനിടയായി. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തെക്ക് കിഴക്ക് ഭാഗത്തു നിൽക്കുന്ന ആൽമരത്തിൽ നിന്നായിരുന്നു ആ ഓടക്കുഴൽ നാദം കേട്ടത്. വില്ലുമംഗലം വഞ്ചി നിർത്താൻ ആവശ്യപ്പെടുകയും ആൽമരത്തിന്റെ അടുത്തെത്തി നോക്കുമ്പോൾ ഭഗവാന്റെ പ്രത്യക്ഷ രൂപം ദർശിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. വില്ലുമംഗലം ചെമ്പകശ്ശേരി രാജാവിനോട് കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു പറയുകയും ചെയ്തു. അതിനുശേഷം വില്ലുമംഗലം രാജാവിനോടായി പറഞ്ഞു, ഇവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായാൽ അത് നാടിനും നാട്ടുകാർക്കും സകല ജീവജാലങ്ങൾക്കും നന്മ വരുത്തുന്നതാണ്. അങ്ങനെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടത്തേത്. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം ഇവിടത്തെ പ്രധാന വഴിപാടാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറുമ്പനായ അമ്പലപ്പുഴ കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണയും കദളിപ്പഴവും ഇവിടത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ്. ഈ കള്ളക്കണ്ണന് നമ്മൾ ഭക്തിയോടെ, സ്നേഹത്തോടെ, ആത്മസമർപ്പണത്തോടെ കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണയും കദളിപ്പഴവും നൽകിയാൽ ഭഗവാൻ സാക്ഷാൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരും. അത്രയ്ക്ക് സ്നേഹമാണ് കണ്ണന് നമ്മളോട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളില് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ അമ്പലപ്പുഴയിൽ ചെന്ന് ഉണ്ണിക്കണ്ണന് വെണ്ണയും കദളിപ്പഴവും കൊടുത്തു നോക്കൂ. അമ്പലപ്പുഴ കണ്ണൻ പല ഭാവങ്ങളിൽ വിരാജിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. രാവിലത്തെ പൂജയ്ക്ക് ഉണ്ണിക്കണ്ണനായും, പന്തീരടി സമയത്ത് വിദ്യാസമ്പന്നനായും, ഉച്ചപൂജയ്ക്ക് ഗോപാലകൃഷ്ണനായും, വൈകുന്നേരത്തെ അത്താഴ പൂജ സമയത്ത് പരമപുരുഷനായും ഭഗവാൻ ഇവിടെ വിളങ്ങുന്നു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് പറയാമോ? അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉച്ചപൂജ സമയത്ത് അമ്പലപ്പുഴ കണ്ണന്റെ കൂടെ പാൽപായസം കഴിക്കാൻ ഒരു അതിഥി ഇന്നും കൂടെയുണ്ടാവും. ആരാണ് ആ അതിഥി എന്നറിയാമോ? അത് മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അപ്പോ ഇനി നമ്മൾക്ക് കഥയിലേക്ക് പോകാം. കഥ എന്ന് പറഞ്ഞാൽ ഇത് വെറുമൊരു കഥയല്ല കേട്ടോ, ഇത് ഒരു അനുഭവ കഥയാണ്. സോപാന സംഗീതത്തിന്റെ കുലപതിയും അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ പള്ളി ഉണർത്തിയും കണ്ണന് കൊട്ടിപ്പാടിയും അമ്പലപ്പുഴ കണ്ണന്റെ ദാസനുമായ ചേരവള്ളി കുടുംബത്തിലെ അമ്പലപ്പുഴ വിജയകുമാറിനുണ്ടായ ഒരു അനുഭവമാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ഈ കഥ നടക്കുന്നത് ഏകദേശം 10-18 വർഷങ്ങൾക്ക് മുൻപാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയമായതിനാൽ വെളുപ്പിന് 2 മണിക്ക് കണ്ണനെ പള്ളി ഉണർത്തണം. പള്ളി ഉണർത്തുന്നതോ നമ്മുടെ വിജയകുമാർ ചേട്ടൻ. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ക്ഷേത്രം വിട്ട് ഒരിടത്തേക്കും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകാറില്ല. പക്ഷേ അമ്പലപ്പുഴയിലെ 7ാം ഉത്സവത്തിന്റെ അന്ന് അദ്ദേഹത്തിന് ആറന്മുളയിലുള്ള നീർവിളാഹം ശാസ്താ ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടി വരികയും അദ്ദേഹം അവിടേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. തന്റെ ഒരു ശിഷ്യനുമൊത്തായിരുന്നു യാത്ര. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഒരു അടിയന്തരം കൂടി മുടക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ യാത്ര. നീർവിളാഹം ക്ഷേത്രത്തിലെ പരിപാടി ഗംഭീരമാക്കി അദ്ദേഹം തന്റെ ശിഷ്യനുമൊത്ത് അമ്പലപ്പുഴയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. അപ്പോൾ സമയം രാത്രി 10 മണിയോടടുത്തിരുന്നു. അങ്ങനെ ആ മടക്കയാത്രയിൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവർ 4 കൂടിയ ഒരു കവലയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഇനി ഏതു വഴിയിലൂടെ പോയാൽ അമ്പലപ്പുഴയിൽ എത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ടായി. അങ്ങനെ അവർ ആ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് കിടക്കുന്ന വഴിയിലൂടെ യാത്ര തുടർന്നു. 5 കിലോമീറ്ററോളം യാത്ര ചെയ്ത അവർ തുടർന്ന് വീണ്ടും ആ പഴയ കവലയിൽ തന്നെ എത്തിച്ചേർന്നു. ആകെ വിഷമത്തിലായ അവർ അവിടെ നിന്ന് കിഴക്കോട്ട് കിടക്കുന്ന വഴിയിലൂടെ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ 5-6 കിലോമീറ്ററോളം യാത്ര ചെയ്ത അവർ അവസാനം പിന്നെയും ആ പഴയ കവലയിൽ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ സമയം രാത്രി 11:30 മണിയോളമായി. 1 മണിക്കൂറിലേറെയായി അവർ അവിടെ നിന്ന് കറങ്ങുകയാണ്. ഭഗവാന്റെ എന്തൊരു അത്ഭുതമല്ലേ! അവസാനം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. പരിപാടി അവതരിപ്പിച്ച ക്ഷേത്രത്തിലേക്ക് തിരിച്ചുപോയി തിരുമേനിയോട് വഴിചോദിക്കാം എന്ന് കരുതി ബൈക്ക് തിരിച്ച് ആ ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കുകയും പെട്ടെന്ന് ബൈക്ക് ഒരു കരിങ്കലിൽ തട്ടി മറിയുകയും ചെയ്തു.
അമ്പലപ്പുഴ കണ്ണന്റെ അനുഗ്രഹത്താൽ രണ്ടുപേർക്കും ഒരു പോറല് പോലും ഏറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഏതോ ഒരു അദൃശ്യ ശക്തിയാൽ തന്റെ കണ്ണ് മൂടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ സമയത്ത് ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. അമ്പലപ്പുഴയിൽ ഏഴാം ഉത്സവം നടക്കുന്ന സമയമാണല്ലോ. വെളുപ്പിനെ 2 മണിക്ക് കണ്ണനെ പള്ളി ഉണർത്തണം. ഇപ്പോൾ സമയം രാത്രി 12 അടുക്കുന്നു. ഇവിടെ നിന്നും ഇനി 45 കിലോമീറ്ററോളം യാത്ര ചെയ്താലേ അമ്പലപ്പുഴയിൽ എത്തുകയുള്ളൂ. ഇതെല്ലാം ഓർത്ത് അമ്പലപ്പുഴ വിജയകുമാർ ആകെ ധർമ്മസങ്കടത്തിലായി. ഇനി അവിടെ വെച്ച് ഒരു വഴി ചോദിക്കാമെന്ന് വെച്ചാൽ ആ വിജനമായ സ്ഥലത്ത് ആരെയും കാണുന്നുമില്ല. ഒരൊറ്റ വീട് പോലും അവിടെങ്ങുമില്ല. അദ്ദേഹം അവിടെ നിന്ന് കണ്ണനോട് മനമുരുകി പ്രാർത്ഥിച്ചു. അല്ലയോ കണ്ണ, ഞാൻ ആകെ പരിഭ്രമിച്ചിരിക്കുന്നു. എനിക്ക് കണ്ണന്റെ അടുക്കലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കറങ്ങുകയാണ്. എന്നെ ഇവിടെ നിർത്തി കറക്കിയാൽ എനിക്ക് കണ്ണനെ പള്ളി ഉണർത്താൻ സാധിക്കില്ല. അല്ലയോ കരുണാമയനെ, കാർമുകിൽ വർണ്ണ, അടിയനെ രക്ഷിക്കണേ. ഇങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കവേ ആ നിമിഷത്തിൽ അതാ ആ വിജനമായ സ്ഥലത്ത് രാത്രി 12 മണിക്ക് ഒരു 14 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി അതാ നടന്നു വരികയാണ്. ആകെ വിഷമിച്ച് പരിഭ്രമിച്ചു നിൽക്കുന്ന വിജയകുമാറിന്റെ മുന്നിലേക്ക് ആ കുട്ടി നടന്നെടുത്തപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് തെല്ലൊരു നെടുവീർപ്പോടെ ചോദിച്ചു, അല്ലയോ മോനെ, ഞങ്ങൾക്ക് അമ്പലപ്പുഴയിലേക്ക് പോകുവാനാണ്. വഴി തെറ്റിയെന്ന് തോന്നുന്നു. ചെങ്ങന്നൂർ വരെ എത്തിയാൽ എനിക്ക് ബാക്കി വഴി അറിയാം. ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അദ്ദേഹം ആ കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടി ഒരു മറുപടി മാത്രമേ പറഞ്ഞുള്ളൂ, നേരെ പോയാൽ മതി. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു, ഞങ്ങൾ നേരെ പോയതാ, പക്ഷെ ഈ കവലയിൽ തന്നെ തിരിച്ചു വന്നു. ആ കുട്ടി ഒരു മറുപടി കൂടി പറഞ്ഞു, ഇല്ല, നേരെ തന്നെ പോയാൽ മതി, ചെങ്ങന്നൂരിലെത്തും. അവിടെ നിന്ന് യാത്ര തുടർന്ന അവർ ഒരു വളവോ തിരിവോ ഇല്ലാതെ ചെങ്ങന്നൂരിലെത്തി. ആ സമയത്താണ് അവർക്ക് പോലും മനസ്സിലായത് തങ്ങൾ ചെങ്ങന്നൂരിലെത്തിയെന്ന്. കണ്ടില്ലേ നമ്മുടെ കണ്ണന്റെ ലീലകൾ? എത്ര മനോഹരവും ഭക്തിസാന്ദ്രവുമാണ് നമ്മുടെ കണ്ണന്റെ ലീലകൾ. എന്റെ കണ്ണ എന്ന് ഉള്ളുരുകി വിളിക്കുന്നവരെ കണ്ണൻ ഒരിക്കലും കൈവിടുകയില്ല. ഭക്തർ വാത്സല്യത്തോടെ ഭഗവാനെ മനസ്സിൽ സ്മരിക്കുമ്പോൾ വെണ്ണക്കള്ളൻ, നമ്മുടെ കള്ളക്കണ്ണൻ ചിരിതൂകി പ്രസാദിക്കും. കുറൂരമ്മയെയും പൂന്താനത്തെയും വില്ലുമംഗലത്തെയും അതേപോലെ കണ്ണന്റെ ദാസനായ വിജയകുമാറിനെയും പ്രസാദിച്ചതുപോലെ കണ്ണൻ സർവരെയും അനുഗ്രഹിക്കട്ടെ.